ചേട്ടാ, എനിക്ക് മനസ്സിലായി ചേട്ടൻ ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് കയറി ഒരു കലാകാരൻ എന്ന രീതിയിൽ കല കൊണ്ട് ഇപ്പോൾ ഉപജീവനം അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനിടയിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തളർന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ പെട്ടു എന്ന് സ്വയം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ ഏതെങ്കിലും ഒരു സാഹചര്യം പറഞ്ഞാൽ ഇത് പറയും? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു 2014 ഞാൻ എൻ്റെ ഒരു കിഡ്നി, ഇടതുവശത്തെ കിഡ്നി എൻ്റെ ഒരു കൂട്ടുകാരന് ഞാൻ ഡൊണേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 8-9 മാസത്തോളം അതിൻ്റെ ഓരോ പ്രൊസീജിയറുമായിട്ട് നമ്മൾ ഇവരുടെ കൂടെ തന്നെ പോയി. ഞാൻ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്തത്. 2 കിഡ്നി പോയതായിരുന്നു, ഡയാലിസിസിലായിരുന്നു. ആഴ്ചയിൽ 3 ഡയാലിസിസ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിലാണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സെയിൽസിലായിരുന്നു. അപ്പോൾ ഇവർ വീട്ടിൽ അവർക്കൊരു കടയുള്ളവരാണ്. അപ്പോൾ അവർ ആ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി കടയിൽ വന്ന് മൊത്തമായിട്ട് സാധനം എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് ഞാനിങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഡയാലിസിസ് ചെയ്ത പാടുകളുണ്ട് ഒത്തിരി. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ചേട്ടാ ഇതുപോലെ എൻ്റെ കിഡ്നി 2 പോയതാണ്. അപ്പോൾ അങ്ങനെ കിഡ്നിക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്, ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നൊരു പാഴ്വാക്ക് പറഞ്ഞാണ് എൻ്റേത് ചേരുവാണെങ്കിൽ തന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവന് ഞാനും പോസിറ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെ ക്രോസ് മാച്ച് ചെയ്തു. അമൃതയിലാണ് ക്രോസ് മാച്ച് ചെയ്തത്. 3 വട്ടം ക്രോസ് മാച്ച് ചെയ്തിട്ടും റെഡിയായില്ല. 4ാമത്തെ വട്ടമാണ് ക്രോസ് മാച്ച് ആയത്. അതിനുശേഷം അതിൻ്റെ ഒത്തിരി പ്രൊസീജിയറും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒത്തിരി പുറകെ ഇങ്ങനെ നമ്മൾ നടന്ന് ഓപ്പറേഷൻ്റെ ഡേറ്റ് അടുത്ത് വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറും. ഈ പയ്യൻ എന്തെങ്കിലും കുഴപ്പമാകുമ്പോൾ വീണ്ടും തിരിച്ചിറങ്ങും. അങ്ങനെ 5ാമത്തെ വട്ടമാണ് നമ്മൾ തിയേറ്ററിലേക്ക് വീണ്ടും കയറുക. അപ്പോൾ ഞാനൊരു സൂചി പോലും എൻ്റെ ദേഹത്ത് ഇത്രയും പ്രായത്തിനിടെ ആ സമയത്തൊന്നും കുത്തിയിട്ടില്ല. ഒരു പനി വന്നാൽ പോലും ആശുപത്രി പോയിട്ടില്ല. പക്ഷേ ചെന്നു, എന്നെയാണ് ആദ്യം കൊണ്ടുവന്നത്. 5:30 വെളുപ്പിന് 5:30 കൊണ്ടുവന്നു. എൻ്റെ കിഡ്നി ആദ്യം എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 9 മണിക്കാണ് ഈ പയ്യനെ കൊണ്ടുവരുന്നത്. 7.5 മണിക്കൂറത്തെ ഓപ്പറേഷനാണ്. 2 സെഡേഷനായിരുന്നു. പ്രിയ സുഹൃത്തല്ല, അവരുടെ ആ സാഹചര്യം. അവൻ്റെ വൈഫിന് 19 വയസ്സേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കണ്ടിട്ട് ഞാൻ അങ്ങ് പറഞ്ഞാണ്. അപ്പോൾ ഈ 5 വട്ടവും കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ കടയിലെ മുതലാളി പറഞ്ഞു, ബിജി നീ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മളൊരാൾക്കൊരു സംഗതി ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാരണം ഇനി അവർക്ക് എന്തെങ്കിലും വരണ്ട എന്നുള്ളൊരു സാഹചര്യം കണക്കിലാക്കിക്കൊണ്ട് തന്നെ വീണ്ടും നമ്മളിതിന് മുതിർന്നു. എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ 12ാമത്തെ ദിവസം കുത്തിക്കെട്ട് എടുക്കാതാണ് എന്നെ വിടുന്നത്. സ്റ്റാപ്ലർ പിന്നെ 29 സ്റ്റിച്ചായിരുന്നു. ഓപ്പൺ സർജറി ആയിരുന്നു, കീ ഹോളല്ല. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ 28ാമത്തെ ഓപ്പറേഷനായിരുന്നു അന്ന് നടന്നത്. അപ്പം 12ാമത്തെ ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് വിളിച്ചു, എനിക്കൊരു ടിക്കറ്റ് എടുക്കണം എന്ന് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ ആ ഹോസ്പിറ്റലിലുണ്ട്. ഇവർ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഇവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. രാത്രി 10 മണിയായിട്ട് ഇവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടോയും പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ നമ്മളെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓപ്പറേഷൻ സമയത്ത് എല്ലാ വാർഡുകളിലും നമ്മുടെ ഫോട്ടോ, ഡോണറിൻ്റെ ഫോട്ടോ വെക്കും അവർ. അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം. പെട്ടെന്ന് തന്നെ അവരെന്നെ കൊണ്ടുപോയി ഇതെല്ലാം എടുത്തു, സ്കാൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കരിവായി. എന്നിട്ട് ഇവരെന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഒരു 10 മണി കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ എന്നെ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചും പറഞ്ഞു, വിചേട്ടാ ഞങ്ങളങ്ങ് മറന്നുപോയെന്ന് പറഞ്ഞു വിളിക്കാൻ. അപ്പോൾ ആ ഒരു മറന്നു പോയി എന്നുള്ളൊരു വാക്ക് 12 ദിവസം ആകണമെന്ന് വിചാരിക്കണം. ആ 12 ദിവസം കൊണ്ട് തന്നെ അവരെന്നെ മറന്നു കളഞ്ഞു. നിസ്സാര ഒരു കാര്യം പറഞ്ഞപ്പോൾ. കാരണം ഇത്രയും ഇവരുടെ വലിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ 7-8 മാസം നമ്മുടെ സ്വന്തം എന്ന ആൾക്കാരെ പോലെ നമ്മൾ ഇവരുടെ പുറകെ നടന്നിട്ട് ഈ 12 ദിവസത്തിനുള്ളിൽ ഇവരെന്നെ മറന്നെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ആ കിഡ്നി കൊടുത്തതിന് യാതൊരു വിലയില്ല. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ 12 ദിവസം കൊണ്ട് എന്നെ മറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിതിന് വേണ്ടിയിട്ട് എൻ്റെ കടയിൽ വന്ന് കയറി ഇറങ്ങിയ ദിവസങ്ങളൊക്കെ നിങ്ങൾ മറന്നു എന്ന് ചോദിച്ചു. അത്രയും പറഞ്ഞ് ഞാനിങ്ങനെ പോരുകയും ചെയ്തു. പോരുന്ന് കഴിഞ്ഞ് എനിക്കിവർ 3 മാസത്തെ ചിലവിനൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നില്ല. ഞാനൊരു 10 പൈസ പോലും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പം എൻ്റെ കടയിലെ മുതലാളി തന്നെ എനിക്ക് 3 മാസത്തേക്കുള്ള അരി സാധനങ്ങൾ, എൻ്റെ ശമ്പളം എല്ലാം ആയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ തിരക്കി. ഇവർ മുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാറി താമസിക്കുക. കാരണം പൊടിയോ അങ്ങനെ അണുക്കളോ ഒന്നും കയറാതെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസ തരണമെന്ന് പറഞ്ഞു. തന്നില്ല അവർ. അപ്പോൾ നമ്മുടെ വാർഡിലെ 24 വാർഡിൻ്റെ പിരിവായിരുന്നു ഇവരുടെ ഓപ്പറേഷൻ്റെ തുക സമാഹരിച്ചത്. റേഡിയോ മീഡിയ വില്ലേജ് ആയിരുന്നു അതിൻ്റെ മുൻഗണന നിന്ന് ചെയ്തതൊക്കെ. 24 ലക്ഷം രൂപ കിട്ടി. പക്ഷേ ഇന്ന് ആ പയ്യൻ്റെ കൂടെ ആദ്യത്തെ ഭാര്യയില്ല. അവൾ ആ പൈസ കൊണ്ടെല്ലാം പൊക്കളഞ്ഞു. ഇപ്പോൾ ആ പയ്യൻ എൻ്റെ വൈഫിനെ പോലെ തന്നെ ചെറിയ സംസാരശേഷി കുറഞ്ഞ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അവൻ എന്നോട് 12 വർഷം, ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ് ഇവൻ എൻ്റെ വീട്ടിൽ വരുന്നത്. ക്രിസ്മസിന് എനിക്കൊരു കേക്കുമായിട്ട് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, ടോണി എനിക്ക് കേക്കിൻ്റെ ആവശ്യമൊന്നുമില്ല,
ടോണി എന്തെങ്കിലും ഇവിടെ വരും എന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ ജീവനാണ് നിന്നെ തുടിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം ഒരു നല്ല വാക്ക് പോലും അവൻ്റെ തള്ള പോലും നമ്മളോട് പറഞ്ഞിട്ട്, അല്ലെ ബിജു എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് പോലും അവർ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ച്, ഞാൻ 74 കിലോ ഉള്ള ഒരാളായിരുന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക്. മനോവിഷമം തന്നെ ആയിരുന്നു. കാരണം നമ്മൾ അത്ര ഇൻവോൾവ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് നമ്മളോടൊരു നല്ല വാക്ക് പോലും അവർ പറഞ്ഞില്ല. അപ്പം ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയത്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ ജിജ്ഞാസയോടുകൂടി കൊടുക്കുകയാണ്. പക്ഷെ കൊടുത്തിട്ട് ഇവർക്ക് പലയിടത്തു നിന്നും സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ അനുകൂലമായ സ്ഥിതികൾ വിശേഷങ്ങളാണ് പിന്നെ വരുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കൊടുത്തവർക്ക് യാതൊരു സഹായങ്ങളും ഒന്നും കിട്ടുന്നില്ല. അവരുടെ സ്ഥിതി എന്താണ്, അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ ശരീരം എന്താണെന്നൊന്നും ആരും അന്വേഷിക്കുന്ന ഒരു കാര്യങ്ങളും അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം, ദൈവം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ദൈവം എനിക്കിന്ന് നല്ലൊരു വീട് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം നമ്മൾ ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നന്മ ചെയ്തതുകൊണ്ടായിരിക്കാം ദൈവം എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എൻ്റെ കിഡ്നിയാണ് അവൻ്റെ ശരീരത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പുള്ളി വീട്ടിലോട്ട് വന്നപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ വീട്ടിൽ വന്നപ്പോൾ, ഒരാൾ വീട്ടിൽ വരുമ്പോൾ നമ്മളവരെ ആട്ടി ഓടിക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി. അദ്ദേഹത്തിന് ആ ഒരു തോട്ട് ഉണ്ടായോ? ഉണ്ട്, തെറ്റായി പോയെന്ന് പറഞ്ഞിരുന്നു പുള്ളി എന്നോട്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചു. ആദ്യത്തെ വക കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടി അവനുണ്ടായി. ഇപ്പോൾ അവൻ ഡ്രൈവിങ്ങും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. നേരത്തെ ഡ്രൈവർ ആയിരുന്നു. ഷുഗർ കൂടി പോയിട്ടാണ് അവൻ അങ്ങനെ കിഡ്നി തട്ടിപ്പോയത്. എന്തായാലും ഇപ്പം സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാലും വലിയ മെച്ചമൊന്നുമില്ല. അവന് വീട്ടിൽ തന്നെ പലഹാരങ്ങളുടെയൊക്കെ ഇതുണ്ടാക്കി കടകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ വഴി വെച്ചൊക്കെ കാണും, ജസ്റ്റ് ഹായ് ഹലോ പറഞ്ഞങ്ങ് പോകുമെന്നല്ലാതെ അങ്ങനെ വലിയ കോണ്ടാക്റ്റുകളൊന്നും ഇല്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മനസ്സിനെ ശരീരത്തിനെ തളർത്തിയതും. വേറെ എന്തെങ്കിലും രോഗമാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി ചികിത്സ തേടി. പക്ഷേ അതൊക്കെ ഒരു മനോവിഷമത്തിൻ്റെ ഭാഗമായിട്ട് അത്രയും ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു പരിഗണനയെങ്കിലും തിരിച്ച് പരിഗണന കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് നമ്മൾ ഇനിയോട്ട് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം 74 കിലോ ഉള്ള ഞാൻ ഇത്രയും ക്ഷീണിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം ഉണ്ട്. കാരണം വീട്ടിലെല്ലാവരും എന്നെ എതിർത്തിട്ടും ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തതാണ്. പക്ഷേ വൈഫൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, എൻ്റെ കല്യാണം കഴിഞ്ഞത് 2007 അത് കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തതെല്ലാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്കൊരു പാട്ടിലേക്ക് പോകാം. ഇതൊക്കെ കുറച്ച് നേരത്തേക്കൊന്ന് മറക്കാം. പാട്ടിലേക്ക് പോകാം. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ. മധുവിധു മാധുരി നുകരും ഹൃദയമേ തുടിക്കൂ തുടിക്കൂ നീ. ചിരകാലകാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ.